ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിലേറ്റീവ് വെലോസിറ്റി, റിലേറ്റീവ് ആക്സലറേഷൻ, റിലേറ്റീവ് ഡിസ്പ്ലേസ്മെന്റ്, ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ്. ഓക്കെ, നമ്മൾ ഈ ചാപ്റ്ററിന്റെ ആദ്യം തന്നെ പഠിച്ചിട്ടുണ്ട് റെസ്റ്റും മോഷനും എന്താണ്, റിലേറ്റീവ് ആണ്. റെസ്റ്റ് ആൻഡ് മോഷൻ ആർ റിലേറ്റീവ്. നമുക്കറിയാം, ഒരു വസ്തു ഒരാളെ സംബന്ധിച്ച് റെസ്റ്റിലാണെങ്കിൽ മറ്റൊരാളെ സംബന്ധിച്ച് അത് എന്തിലാവാം, മോഷനിലാവാം. ദാറ്റ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ഫ്രെയിം ഓഫ് റെഫറൻസ്, അല്ലേ? ദാറ്റ് ഈസ് ദ സെയിം ബോഡി മേ ബി അറ്റ് റെസ്റ്റ് ഓർ ഇൻ മോഷൻ വിത്ത് റെസ്പെക്ട് ടു ദ ഫ്രെയിം ഓഫ് റെഫറൻസ് ചൂസൺ എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് റെസ്റ്റും മോഷനും റിലേറ്റീവ് ആയതുകൊണ്ട് തന്നെ മോഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് അതും എന്തായിരിക്കും, റിലേറ്റീവ് ആയിരിക്കും. അതായത് വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ്, ആക്സലറേഷൻ, ഇതൊക്കെ എന്തായിരിക്കും, റിലേറ്റീവ് ആയിരിക്കും. സോ വി ഹാവ് റിലേറ്റീവ് വെലോസിറ്റി, റിലേറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് റിലേറ്റീവ് ആക്സലറേഷൻ. ഓക്കെ, എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റും ആക്സലറേഷനും ഒക്കെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഫ്രെയിം ഓഫ് റെഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. എന്താണ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് ചോദിച്ചാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം, ഒബ്സർവർ എവിടെയാണുള്ളത് അതാണ് ഫ്രെയിം ഓഫ് റെഫറൻസ്. അതായത് കാഴ്ചക്കാരൻ എവിടെയാണുള്ളത് അതാണ് ഫ്രെയിം ഓഫ് റെഫറൻസ്. ഓക്കെ, ഒബ്സർവർ ഒരു ബസ്സിനുള്ളിലാണുള്ളതെങ്കിൽ ബസ്സാണ് ഫ്രെയിം ഓഫ് റെഫറൻസ്. അതൊരു കാറിനുള്ളിലാണെങ്കിൽ കാറാണ് ഫ്രെയിം ഓഫ് റെഫറൻസ്. അയാൾ ഒരു ഗ്രൗണ്ടിൽ ഇരിക്കുകയാണെങ്കിൽ ഗ്രൗണ്ട് ഈസ് ദ ഫ്രെയിം ഓഫ് റെഫറൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ഫ്രെയിം ഓഫ് റെഫറൻസിനനുസരിച്ച് ഒരു വസ്തു റെസ്റ്റിലും ആവാം, മോഷനിലും ആവാം. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ഓക്കെ, നമ്മളിനി ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് റിലേറ്റീവ് വെലോസിറ്റി എന്നാണ്. എന്താണ് റിലേറ്റീവ് വെലോസിറ്റി? റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഒരു പ്രോബ്ലം തരുന്നു അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ തരുന്നു. ആ സിറ്റുവേഷനിൽ രണ്ട് വസ്തുക്കളുണ്ട്, രണ്ട് വസ്തുക്കൾ എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു എങ്കിൽ അങ്ങനെയുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി, റിലേറ്റീവ് ഡിസ്പ്ലേസ്മെന്റ്, റിലേറ്റീവ് ആക്സലറേഷൻ എന്ന കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നതാണ്. ഒന്നുകൂടി ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് തരുന്ന പ്രോബ്ലം, ആ പ്രോബ്ലത്തിൽ രണ്ട് വസ്തുക്കൾ മൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മൂവ് ചെയ്യുന്ന കേസുകൾ, അങ്ങനെ മൂവ് ചെയ്യുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഏറ്റവും നല്ല മെത്തേഡ് ഏതാണ്? റിലേറ്റീവ് വെലോസിറ്റി, റിലേറ്റീവ് ആക്സലറേഷൻ, റിലേറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് എന്ന കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നതാണ്. മനസ്സിലായോ? ഇനി എന്താണ് റിലേറ്റീവ് വെലോസിറ്റി എന്ന് ചോദിച്ചാൽ അത് വെലോസിറ്റി തന്നെയാണ്, ബട്ട് ഇറ്റ് ഈസ് ദ വെലോസിറ്റി ഓഫ് വൺ ബോഡി വിത്ത് റെസ്പെക്ട് ടു അനദർ ബോഡി വെൻ ബോത്ത് ആർ ഇൻ മോഷൻ. അതായത് രണ്ട് വസ്തുക്കൾ മൂവ് ചെയ്യുന്ന സമയത്ത് അതിൽ ഒരു വസ്തുവിന്റെ വെലോസിറ്റി നമ്മൾ മറ്റൊരു വസ്തുവായിട്ട് കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ ആ കമ്പയർ ചെയ്ത് പറയുമ്പോൾ കിട്ടുന്ന വെലോസിറ്റിയെ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് വെലോസിറ്റി. ഓക്കെ, റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ ഇതാണ്: ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ദ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറഞ്ഞാൽ ബി യെ സംബന്ധിച്ചിടത്തോളം എയുടെ വെലോസിറ്റി എത്രയാണ്, അതായത് ബി എന്ന് പറയുന്ന വസ്തു എയുടെ വെലോസിറ്റി എത്രയായിട്ടാണ് കാണുന്നത്. ഓക്കെ, അതിനെയാണ് റിലേറ്റീവ് വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് VAB. That is relative velocity of A with respect to B എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം, VAB എന്ന് ഡിനോട്ട് ചെയ്യാം. And the equation is VAB is equal to VA minus VB. Okay, അതായത് വെലോസിറ്റി ഓഫ് A with respect to B, അവിടെ B ഒബ്സർവർ ആണ്. മനസ്സിലായി? അവിടെ എന്താണ്, B ഒബ്സർവർ ആണ്. അതുകൊണ്ട് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് A with respect to B എന്ന് പറഞ്ഞാൽ എയുടെ വെലോസിറ്റിയിൽ നിന്ന് ബിയുടെ വെലോസിറ്റി, അതായത് ഒബ്സർവറുടെ വെലോസിറ്റി എന്ത് ചെയ്താൽ മതി, മൈനസ് ചെയ്താൽ മതി, സബ്ട്രാക്ട് ചെയ്താൽ മതി. അതുപോലെ വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറഞ്ഞാൽ ബിയുടെ വെലോസിറ്റി എ എത്രയായിട്ടാണ് കാണുന്നത് എന്ന് ചോദിച്ചാൽ യു ക്യാൻ ഡിനോട്ട് ഇറ്റ് ആസ് VBA എന്ന് എഴുതാം. ദാറ്റ് ഈസ് VB മൈനസ് VA. അവിടെ എ എന്ന് പറയുന്ന ബോഡിയാണ് ഒബ്സർവർ. ഓക്കെ, അതുകൊണ്ട് VBA ഈസ് ഈക്വൽ ടു VB മൈനസ് VA. ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിക്കാം. ഓക്കെ, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രോളിയുടെ മുകളിൽ രണ്ട് കുട്ടികൾ ഇരിക്കുന്നത് കാണാം. AB എന്ന രണ്ട് കുട്ടികൾ ഒരു ട്രോളിയുടെ മുകളിൽ ഇരിക്കുന്നു. ട്രോളി എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. ട്രോളിയുടെ വെലോസിറ്റി എത്രയാണ്, 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. തൊട്ടടുത്ത് തന്നെ വേറൊരു ആൾ നിൽക്കുന്നുണ്ട്. അയാൾ നിൽക്കുന്നത് ഗ്രൗണ്ടിലാണ്. ഓക്കെ, അയാൾ C എന്ന് പറയുന്ന പേരാണ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? നമുക്ക് ഈ റിലേറ്റീവ് വെലോസിറ്റിയുടെ കോൺസെപ്റ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, എങ്ങനെയാണ് റിലേറ്റീവ് വെലോസിറ്റി കിട്ടുന്നത് എന്നുള്ളത്. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്ത് രണ്ടും ശരിയാണോ നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം നോക്കുക, സിയെ സംബന്ധിച്ചിടത്തോളം എയും ബിയും മോഷനിലാണോ? മോഷനിലാണ്, അല്ലെ? അതായത് സി ഗ്രൗണ്ടിലാണുള്ളത്. ഓക്കെ, ഇയാളെ സംബന്ധിച്ച് ഈ രണ്ട് വസ്തുക്കൾ മൂവ് ചെയ്യുന്നുണ്ട്.
സോ വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു സി എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഈ സി യെ സംബന്ധിച്ചിടത്തോളം എ എത്ര മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ മൂവ് ചെയ്യുന്നുണ്ട്? 10 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ മൂവ് ചെയ്യുന്നുണ്ട്. സോ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു സി ആണ് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുപോലെ വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു സി ചോദിച്ചാലോ അവിടെ ടു സി ബി എന്ന് പറയുന്ന വസ്തുവിനെ സംബന്ധിച്ച് ബി മൂവ് ചെയ്യുന്നുണ്ട്. ബിയുടെ വെലോസിറ്റി എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു സി എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ശരിയല്ലേ? ഇനി വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി? ബിയെ സംബന്ധിച്ചിടത്തോളം എയുടെ വെലോസിറ്റി എത്രയാണ്? അങ്ങനെ ചോദിച്ചാൽ ബി എന്താ പറയുന്നത്? ബി പറയുന്നത് ഇയാളുടെ പൊസിഷൻ, അതായത് എയുടെ പൊസിഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം, അതായത് ബിയെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. മാറുന്നുണ്ടോ? അതായത് ആ ട്രോളിയുടെ മുകളിൽ ഇവർ രണ്ടാളും നിൽക്കുന്ന രണ്ട് പൊസിഷൻസ് ഉണ്ട്. ഓക്കെ, ഒന്ന് ബിയുടെ പൊസിഷനും ഒന്ന് എയുടെ പൊസിഷനും. ബിയെ സംബന്ധിച്ചിടത്തോളം എയുടെ പൊസിഷൻ എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. അതുകൊണ്ട് എ എന്തിലാണ്? റെസ്റ്റിലാണ്. അതുകൊണ്ട് അയാളുടെ വെലോസിറ്റി 0 ആണെന്ന് പറയും. സോ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എത്രയാണ്? 0 ആണ്. ഇവിടെ ബി ആണ് ഒബ്സർവർ. ഓക്കെ, ഇവിടെ ബി ആണ് ഒബ്സർവർ. ഒബ്സർവർ നിൽക്കുന്ന എവിടെയാണ്? ട്രോളി ഫ്രെയിമിലാണ്. എ എന്ന് പറയുന്ന വസ്തു ഉള്ളതും ട്രോളി ഫ്രെയിമിലാണ്. ഓക്കെ, അപ്പൊ രണ്ടാളും ഒരേ ഫ്രെയിമിലാണുള്ളത്. ഓക്കെ, അതുകൊണ്ട് ഇയാൾക്ക് ബിക്ക് തോന്നുന്നത് എയുടെ വെലോസിറ്റി എത്രയായിട്ടാണ്? 0 ആയിട്ടാണ്. ഇയാൾ റെസ്റ്റിലായിട്ടാണ് തോന്നുന്നത്. മനസ്സിലായില്ലേ? അതുപോലെ വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എന്ന് ചോദിച്ചാലോ എയെ സംബന്ധിച്ച് ബിയുടെ വെലോസിറ്റി എത്രയാ? അപ്പൊ എ എന്താ പറയുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം ബിയുടെ പൊസിഷൻ മാറുന്നില്ല. അതുകൊണ്ട് ബി എന്തിലാണ്? റെസ്റ്റിലാണ്. സോ വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് 0. മനസ്സിലായോ? അപ്പൊ ഇതാണ് സിമ്പിൾ ലോജിക്. ഇനി ഇത് നമ്മൾ ഈ ഇക്വേഷൻ വെച്ച് ചെയ്താൽ കിട്ടുമോ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്? വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു സി ആണ് ചോദിച്ചത് അല്ലേ? സോ വി എ സി എന്ന് എഴുതാം. വാട്ട് ഈസ് വി എ സി? വി എ മൈനസ് വി സി. വാട്ട് ഈസ് വി എ? വി എ മീൻസ് വെലോസിറ്റി ഓഫ് എ. വെലോസിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ദാറ്റ് ഈസ് ആക്ച്വലി വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. ഗ്രൗണ്ടുമായി കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഒരു ബോഡിയുടെ വെലോസിറ്റി പറയുന്നത്. ഓക്കെ, നിങ്ങൾ പറയുന്ന ഒരു ബസ് 30 km/h വേഗത്തിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ ബസിന്റെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ദ ഗ്രൗണ്ട് എത്രയാണ്? അത്രയുമാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇവിടെ വെലോസിറ്റി ഓഫ് എ എത്രയാണെന്ന് ചോദിച്ചാൽ, വി എ എത്രയാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ദ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. അതായത് വെലോസിറ്റി ഓഫ് എ എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം വിത്ത് റെസ്പെക്ട് ടു ദ ഗ്രൗണ്ട് എത്രയാണ്? 10 ആണ്. സോ വി എയുടെ സ്ഥാനത്ത് 10 എന്ന് കൊടുക്കാം. മൈനസ് വി സി. വാട്ട് ഈസ് വെലോസിറ്റി ഓഫ് സി? അയാൾ ഗ്രൗണ്ടിൽ നിൽക്കുകയാണ്. വിത്ത് റെസ്പെക്ട് ടു ദ ഗ്രൗണ്ട് അയാൾ റെസ്റ്റിലാണ്. സോ ഇറ്റ് ഈസ് 0. സോ 10 മൈനസ് 0 എത്ര കിട്ടി? 10 മീറ്റർ പെർ സെക്കൻഡ്. നേരത്തെ കിട്ടിയ അതേ വാല്യൂ തന്നെയല്ലേ കിട്ടുന്നത്? അതെ. സോ വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു സി? ദാറ്റ് ഈസ് വി ബി സി. ദാറ്റ് ഈസ് വി ബി മൈനസ് വി സി. വാട്ട് ഈസ് വി ബി? വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് എത്രയാണ്? നോക്ക്, 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. വാട്ട് ഈസ് വെലോസിറ്റി ഓഫ് സി? ദാറ്റ് ഈസ് വെലോസിറ്റി ഓഫ് സി മീൻസ് that is with respect to ground. അയാൾ റെസ്റ്റിലാണ്. സോ ഇറ്റ് ഈസ് 0. സോ 10 മൈനസ് 0 ദാറ്റ് ഈസ് വാട്ട്? 10 മീറ്റർ പെർ സെക്കൻഡ്. ശരിയല്ലേ? സോ വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി? ദാറ്റ് ഈസ് വി എ മൈനസ് വി ബി. വാട്ട് ഈസ് വി എ? 10. വാട്ട് ഈസ് വി ബി? 10. 10 മൈനസ് 10 0. ശരിയല്ലേ? അതുപോലെ വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ? ദാറ്റ് ഈസ് വി ബി മൈനസ് വി എ. ദാറ്റ് ഈസ് വി ബി ഈസ് 10, വി എ ഈസ് 10. 10 മൈനസ് 10 എത്രയാണ്? 0 ആണ്. മനസ്സിലായോ? ഓക്കെ, ഈ രീതിയിൽ നമുക്ക് റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിക്കാം. വളരെ എളുപ്പമാണ്. ഓക്കെ, സോ യു ജസ്റ്റ് സ്റ്റഡി ദ ഇക്വേഷൻ VAB is equal to VA minus VB and VBA is equal to VB minus VA. അവിടെ VA എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് A with respect to ground ആണ്. VB എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് B with respect to ground ആണ്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഈ കാര്യം കൃത്യമായി മനസ്സിലാക്കുക. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ ഇക്വേഷൻ ഉപയോഗിക്കണമെങ്കിൽ ഓക്കെ, നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന ഫ്രെയിം എന്ന് പറയുന്നത് ട്രാൻസ്ലേറ്ററി മോഷനിലായിരിക്കണം. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് മൂവിംഗ് വിത്ത് സ്മോൾ വെലോസിറ്റി. ദാറ്റ് ഈസ് വെലോസിറ്റി ഈസ് സ്മോൾ കമ്പയർഡ് ടു ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് എപ്പോഴും മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഈ ഫ്രെയിംസ് എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത്? ട്രാൻസ്ലേറ്ററി മോഷനിലായിരിക്കണം. കൂടാതെ അതിന്റെ വെലോസിറ്റി വളരെ ചെറുതായിരിക്കണം. എന്ന് പറഞ്ഞാൽ ലൈറ്റിന്റെ വെലോസിറ്റിയുമായി കമ്പയർ ചെയ്യുമ്പോൾ നെഗ്ലിജിബിളി സ്മോൾ ആയിരിക്കണം. ആ കേസിൽ മാത്രമേ ഈ ഇക്വേഷൻ അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. കൂടാതെ ഇവിടെ ഏതെങ്കിലും ഒരു ഫ്രെയിമിന് റൊട്ടേഷണൽ എഫക്ട് ഉണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് ഞാൻ ഈ പറയാൻ പോകുന്ന ഇക്വേഷൻസ് ഒന്നും ഈ കേസുകളിൽ ഉപയോഗിക്കാൻ പറ്റില്ല. മനസ്സിലായല്ലോ? എപ്പോഴും മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഫ്രെയിം എങ്ങനെയായിരിക്കണം? ട്രാൻസ്ലേറ്ററി മോഷനിലായിരിക്കണം ആൻഡ് മൂവിംഗ് വിത്ത് വെരി സ്മോൾ വെലോസിറ്റി
compared to the velocity of light. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്ക് റിലേറ്റീവ് ആക്സലറേഷൻ എന്താണെന്ന് നോക്കാം. റിലേറ്റീവ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഓഫ് വൺ ബോഡി വിത്ത് റെസ്പെക്ട് ടു അനദർ ബോഡി വെൻ ബോത്ത് ആർ ഇൻ മോഷൻ. രണ്ട് വസ്തുക്കൾ മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു വസ്തുവിന്റെ ആക്സലറേഷനെ നമ്മൾ മറ്റൊരു വസ്തുവായിട്ട് കമ്പയർ ചെയ്ത് പറയുമ്പോൾ കിട്ടുന്നതാണ്. മനസ്സിലായില്ലേ? ഇവിടെ നോക്കൂ, നേരത്തെ അതേ എക്സാമ്പിൾ തന്നെ ഒരു ട്രോളിയുടെ മുകളിൽ രണ്ടാൾക്കാർ ഇരിക്കുന്നു, എ ആൻഡ് ബി. ട്രോളി ഈസ് മൂവിംഗ് വിത്ത് ആൻ ആക്സലറേഷൻ 1 meter per second square. Okay, and a person C is standing on the ground. Okay, ഇനി നിങ്ങളോട് പറയുന്നത് വാട്ട് ഈസ് ദ ആക്സലറേഷൻ ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു സി എന്ന് ചോദിച്ചാൽ നമ്മൾ അത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ, there is a general equation to find an acceleration, relative acceleration. What is that? Acceleration of A with respect to B ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ it is denoted as AAB എന്നാണ് എടുക്കുക. Okay, and it is equal to AA minus AB, where AA is the acceleration of A with respect to ground and AB is the acceleration of B with respect to ground. So that is the equation. Okay, what is the acceleration of B with respect to A? അത് നമ്മൾ എങ്ങനെ എഴുതും? ABA എന്ന് എഴുതാം. That is equal to AB minus AA. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ശരിക്കും ശ്രദ്ധിക്കൂ, ഇവിടെ സി എന്ന ആള് ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഈ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം എയും ബിയും മോഷനിലാണ്. അതിന് ആക്സലറേഷൻ ഉണ്ട്. അതിന്റെ ആക്സലറേഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹം പറയുന്നത് എന്തായിരിക്കും? അതിന്റെ ആക്സലറേഷൻ 1 meter per second square ആയിരിക്കും. ആക്സലറേഷൻ ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു സി എത്രയാണ്? 1 meter per second square ആണ്. ആക്സലറേഷൻ ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു സി എത്രയാണ്? 1 meter per second square ആണ്. And what is the acceleration of A with respect to B? എത്രയാണ്? രണ്ടാളും മൂവ് ചെയ്യുന്നത് ഒരേ ആക്സലറേഷൻ ആണ്. ബി യെ സംബന്ധിച്ചിടത്തോളം എ യുടെ പൊസിഷൻ മാറുന്നില്ല, അത് റെസ്റ്റിലാണ്. So it has no acceleration, 0 ആണ്. So acceleration of A with respect to B 0 ആണ്. Similarly, what is the acceleration of B with respect to A? A യെ സംബന്ധിച്ചിടത്തോളം B എന്തിലാണ്? റെസ്റ്റിലാണ്, കാരണം പൊസിഷൻ മാറുന്നില്ല. അതുകൊണ്ട് what is the acceleration of B with respect to A? 0 ആണ്. ഇതേ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. എന്താണ് ഇക്വേഷൻ? Acceleration of A with respect to B, AAB is equal to AA minus AB. Okay, നമുക്ക് നോക്കാം. ആദ്യം നിങ്ങളോട് പറഞ്ഞത് what is the acceleration of A with respect to C ആണ്. So acceleration of A with respect to C, AAC is equal to AA minus AC. What is AA? Acceleration of A എത്രയാണ്? With respect to the ground അത് എത്ര ആക്സലറേഷൻ ആണ് പോകുന്നത്? 1 meter per second square. So 1 meter per second square minus what is the acceleration of C? He is stationary on the ground. So with respect to the ground അയാളുടെ ആക്സലറേഷൻ 0 ആണ്. So 1 minus 0 എത്ര കിട്ടി? 1 meter per second square കിട്ടി. Similarly, what is the acceleration of B with respect to C? So acceleration of B with respect to C, ABC is equal to AB minus AC. What is the acceleration of B? 1 meter per second square. What is the acceleration of C? 0. That is 1 meter per second square. അപ്പോൾ നേരത്തെ കിട്ടിയ അതേ ആൻസർ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ശരിയല്ലേ? And what is the acceleration of A with respect to B? So acceleration of A with respect to B, AAB is equal to AA minus AB. What is the acceleration of A? 1. What is the acceleration of B? 1. 1 minus 1, 0. മനസ്സിലായോ ഐഡിയ? ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? റിലേറ്റീവ് ആക്സലറേഷൻ കണ്ടുപിടിക്കാം. Similarly, you can find the relative displacement also. What is the equation for relative displacement? ഇതുപോലെ തന്നെ that is the relative displacement of A with respect to B, that is SAB is equal to SA minus SB. What is the relative displacement of B with respect to A? That is SB minus SA. ഇതേ ഐഡിയ ഉപയോഗിച്ച് നിങ്ങൾക്ക് റിലേറ്റീവ് ഡിസ്പ്ലേസ്മെന്റും കണ്ടുപിടിക്കാം. ഈ ഇക്വേഷൻസ് വളരെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളും ഇത് എപ്പോഴാണ് അപ്ലൈ ചെയ്യുന്നതും മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് എന്താണെന്ന് നോക്കാം. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ രണ്ടാൾക്കാർ മൂവ് ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്ന് എ എന്ന് പറയുന്ന ഒരാളാണ്. അയാൾ 20 meter per second വേഗത്തിൽ മൂവ് ചെയ്യുന്നു. രണ്ടാമത്തെ ആൾ ബി, അയാൾ എത്ര വേഗത്തിലാണ് മൂവ് ചെയ്യുന്നത്? 10 meter per second വേഗത്തിൽ മൂവ് ചെയ്യുന്നു. മനസ്സിലായല്ലോ? ഇവിടെ രണ്ടാൾക്കാർ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ എന്താണ്? സെയിം ആണ്, അതായത് സെയിം ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങളോട് റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഒന്നാമത് കണ്ടുപിടിക്കേണ്ടത് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി, രണ്ടാമതായിട്ട് കണ്ടുപിടിക്കേണ്ടത് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. ഓക്കെ, നമുക്ക് ആദ്യം റിലേറ്റീവ് വെലോസിറ്റി ഓഫ്
എ വിത്ത് റെസ്പെക്ട് ടു ബി കണ്ടുപിടിക്കാം. ഓക്കെ, എങ്ങനെയാണ് നമ്മളതിനെ ഡിനോട്ട് ചെയ്യുന്നത്? റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറഞ്ഞാൽ വി എ ബി എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് അല്ലേ? അതുകൊണ്ട് വി എ ബി ഈസ് ഈക്വൽ ടു വി എ മൈനസ് വി ബി എന്ന് എഴുതാം. ശരിയല്ലേ? ഇവിടെ വി എ എത്രയാണ്? വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണ്. അതെത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, മൈനസ് വി ബി എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ്. സോ ദ ആൻസർ ഈസ് പ്ലസ് 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. മനസ്സിലായല്ലോ? ഇവിടെ പ്ലസ് 10 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിന് മീനിങ് എന്താണ്? അപ്പോൾ ഇവിടെ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ആരാണ് ഒബ്സേവർ? ബി ആണ് ഒബ്സേവർ. ഓക്കെ, എന്ന് പറഞ്ഞാൽ ബി എയെ നോക്കുന്നു. അങ്ങനെ നോക്കുന്ന സമയത്ത് അയാൾക്ക് കാണാൻ പറ്റുന്നത് എ എന്ന് പറയുന്ന ആൾ ബിയുടെ അടുത്തോട്ടേക്ക് 10 മീറ്റർ പെർ സെക്കൻഡിൽ വരുന്നു എന്നാണ്. മനസ്സിലായോ? അതായത് എ എന്ന് പറയുന്ന ആൾ ബിയുടെ അടുത്തേക്ക് 10 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ വരുന്നു എന്ന് പറഞ്ഞാൽ എയുടെയും ബിയുടെയും ഇടയിലുള്ള ദൂരം കുറഞ്ഞു വരുന്നു. ഇതാണ് ഇതിൻ്റെ മീനിങ്. ഇനി നമുക്ക് അടുത്തതായിട്ട് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ കണ്ടുപിടിക്കാം. ഓക്കെ, അതിന് നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? വി ബി എ എന്നാണ്. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? വി ബി എ ഈസ് ഈക്വൽ ടു വി ബി മൈനസ് വി എ. ശരിയല്ലേ? ഇവിടെ വി ബി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണ്. അത് എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. മൈനസ് വി എ അതെത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അത് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്നത് മൈനസ് 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, അവിടെ മൈനസ് നെഗറ്റീവിൻ്റെ മീനിങ് എന്താണ്? അതിൻ്റെ മീനിങ് ഇവിടെ എ ആണ് ഒബ്സേവർ. ഓക്കെ, അപ്പോൾ എ ബി എ നോക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് എന്താ കാണാൻ പറ്റുന്നത്? ബി എയുടെ അടുത്തോട്ടേക്ക് വരുന്നതായിട്ടാണ് തോന്നുക. ഓക്കെ, അതായത് ബി എയുടെ അടുത്തോട്ടേക്ക് വരുന്നു. അതാണ് മൈനസ് 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ്. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ അവിടെയും ബിയുടെയും എയുടെയും ഇടയിലുള്ള ദൂരം എന്ത് ചെയ്യുന്നു? കുറയുന്നു. മനസ്സിലായില്ലേ? ഇനി ഞാനൊരു കാര്യം പറയാം. വി എ ബി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി ആണ്. അവിടെ ബി ഈസ് ദ ഒബ്സേവർ. ബി ആണ് അവിടെ ഒബ്സേവർ. അതായത് നമ്മൾ ബി എ റെസ്റ്റിലാക്കി കൊണ്ടുവരുന്നു. ഓക്കെ, അത് ബി എ റെസ്റ്റിലാക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഓൾറെഡി ഒരു വെലോസിറ്റി ഉണ്ട് 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ അതിനെ റെസ്റ്റിലാക്കണമെങ്കിൽ എന്താകണം? അപ്പോൾ അതിനെ റെസ്റ്റിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ വെലോസിറ്റി 0 ആക്കണം. എന്ന് പറഞ്ഞാൽ 10 മീറ്റർ പെർ സെക്കൻഡിൻ്റെ കൂടെ മൈനസ് 10 മീറ്റർ പെർ സെക്കൻഡ് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരച്ചാൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ ബിയുടെ കേസിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതേപോലെ തന്നെ എയുടെ കേസിലും ചെയ്യണം. ഓക്കെ, അപ്പോൾ എയുടെ കേസിലും 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആഡ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ 20 പ്ലസ് മൈനസ് 10 മീറ്റർ പെർ സെക്കൻഡ് എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി കിട്ടും. മനസ്സിലായോ? ദാറ്റ് ഈസ് ആൻസർ ഈസ് 10 മീറ്റർ പെർ സെക്കൻഡ്. ഇനി വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എന്ന് എഴുതുമ്പോൾ അതിൻ്റെ മീനിങ് അവിടെ ആരാണ് ഒബ്സേവർ? എ ആണ് ഒബ്സേവർ. എന്ന് പറഞ്ഞാൽ എ റെസ്റ്റിലാണ്. അപ്പോൾ എ എന്ന് പറയുന്ന ബോഡിയെ റെസ്റ്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് ഓൾറെഡി ഒരു 20 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ഉണ്ട്. അപ്പോൾ അതിനെ 0 ആക്കണമെങ്കിൽ അതിൻ്റെ കൂടെ മൈനസ് 20 മീറ്റർ പെർ സെക്കൻഡ് ആഡ് ചെയ്താൽ മതി അല്ലേ? എന്ന് പറഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു 20 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ആഡ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ബിയിലും ചെയ്യണം. അപ്പോൾ ബിയിൽ നമ്മൾ എന്ത് ചെയ്യുക? 10 മീറ്റർ പെർ സെക്കൻഡിൻ്റെ കൂടെ മൈനസ് 20 മീറ്റർ പെർ സെക്കൻഡ് ആഡ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന എയുടെ വെലോസിറ്റിയുടെ റിവേഴ്സ് എന്ത് ചെയ്യുക? ബിയുടെ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 10 പ്ലസ് മൈനസ് 20 ദാറ്റ് ഈസ് മൈനസ് 10 മീറ്റർ പെർ സെക്കൻഡ്. മനസ്സിലായോ? അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൽ ഒരു വസ്തുവിൻ്റെ വെലോസിറ്റി, അതായത് ആരാണോ ഒബ്സേവർ അയാളെ എന്തിലേക്ക് കൊണ്ടുവരിക? റെസ്റ്റിലേക്ക് കൊണ്ടുവരിക. എങ്ങനെ? അയാളുടെ വെലോസിറ്റി എന്താണോ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വെലോസിറ്റി ആഡ് ചെയ്യുക. അത് തന്നെ അടുത്ത വസ്തുവിന് ചെയ്താൽ നിങ്ങൾക്ക് റിലേറ്റീവ് വെലോസിറ്റി കിട്ടും. മനസ്സിലായില്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു ട്രോളി, ആ ട്രോളി 10 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ മൂവ് ചെയ്യുന്നു. അതിൻ്റെ മുകളിൽ ഒരാളുണ്ട്, അയാൾ എ ആണ്. അയാളുടെ വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. പക്ഷേ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു ട്രോളി എന്നാണ്. എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ട്രോളി. അതാണ് എത്ര?
2 മീറ്റർ പെർ സെക്കൻഡ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ദ ട്രോളിയാണ്. 2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് എ അല്ല, ദാറ്റ് ഈസ് എ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ദ ട്രോളിയാണ്. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നിങ്ങളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് എ എന്നാണ്. അതായത് എയുടെ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് വെലോസിറ്റി ഓഫ് ദ ട്രോളി തന്നിട്ടുണ്ട്. എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ്. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ട്രോളി തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ VAT തന്നിട്ടുണ്ട്. അതെത്രയാണ്? 2 മീറ്റർ പെർ സെക്കൻഡ്. ശരിയല്ലേ? രണ്ടും മൂവ് ചെയ്യുന്നത് ഒരേ ഡയറക്ഷനിലാണ്. അതുകൊണ്ട് VT 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ടിയും 2 മീറ്റർ പെർ സെക്കൻഡ്. രണ്ടും പോസിറ്റീവ് ആയിട്ടാണ് എടുത്തത്, കാരണം രണ്ടിൻ്റെ ഡയറക്ഷൻ സെയിം ആയതുകൊണ്ട്. മനസ്സിലായില്ലേ? ഇനി വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ട്രോളി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? VA മൈനസ് VT എന്ന് എഴുതാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റി ഓഫ് എ ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. അതെങ്ങനെ കിട്ടും? VA ഈസ് ഈക്വൽ ടു VAT പ്ലസ് VT എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അവിടെ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ട്രോളി എത്രയാണ്? 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. വെലോസിറ്റി ഓഫ് ദ ട്രോളി എത്രയാണ്? 10 ആണ്. സോ ദ ആൻസർ ഈസ് 12 മീറ്റർ പെർ സെക്കൻഡ്. ദിസ് ഈസ് ദ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ദ ഗ്രൗണ്ട്. മനസ്സിലായോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എ ജെറ്റ് എയർപ്ലെയിൻ ട്രാവലിംഗ് അറ്റ് ദ സ്പീഡ് ഓഫ് 500 km/h ejects its products of combustion at the speed of 1500 km/h relative to the jet plane. What is the speed of the latter with respect to an observer on the ground? അതായത് ഇവിടെ ഒരു എയർപ്ലെയിൻ ട്രാവൽ ചെയ്യുന്നു, അതിൻ്റെ സ്പീഡ് 500 km/h ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് പോകുന്ന സമയത്ത് അതിൻ്റെ പ്രൊഡക്റ്റ് ഓഫ് കമ്പസ്റ്റൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട്. എത്രയാണ്? 1500 km/h ആണ്. പക്ഷേ അത് പ്രൊഡക്റ്റിൻ്റെ സ്പീഡല്ല, ഇറ്റ് ഈസ് ദ സ്പീഡ് ഓഫ് ദ പ്രോഡക്റ്റ് റിലേറ്റീവ് ടു ദ ജെറ്റ് പ്ലെയിൻ ആണ്. എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് വെലോസിറ്റിയാണ് അവിടെ തന്നിരിക്കുന്നത്. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ആ പ്രോഡക്റ്റിൻ്റെ സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത് വിത്ത് റെസ്പെക്ട് ടു ആൻ ഒബ്സർവർ ഓൺ ദ ഗ്രൗണ്ട്. ഇവിടെ ഞാൻ ജെറ്റ് പ്ലെയിനിൻ്റെ സ്പീഡ് VJ എന്നെടുക്കുന്നു. VJ ഈസ് ഈക്വൽ ടു 500 km/h. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് കമ്പഷൻ റിലേറ്റീവ് ടു ദ ജെറ്റ് പ്ലെയിൻ? 1500 km/h ആണ്. ഓക്കെ, അത് ഞാൻ VPJ എന്ന് എഴുതുന്നു. വെലോസിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ജെറ്റ് പ്ലെയിൻ അത്രയാണ് 1500 km/h. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എയ്റോപ്ലെയിൻ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ എങ്ങോട്ടേക്കാണെന്ന് നോക്കൂ. ഓക്കെ, പ്രോഡക്റ്റ് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ അത് നേരെ ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് ഞാൻ ഈ ഡയറക്ഷൻ പോസിറ്റീവായിട്ട് എടുക്കുന്നു. അതുകൊണ്ട് VJ പോസിറ്റീവാണ്, VPJ നെഗറ്റീവാണ്. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിക്കുന്ന സമയത്ത് ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് 1 ഡയമെൻഷണൽ മോഷൻ ആയതുകൊണ്ട് ഒരു ഡയറക്ഷൻ നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നെഗറ്റീവായിട്ട് എടുക്കണം. മനസ്സിലായല്ലോ? ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് ആണ്. നമുക്ക് തന്നിരിക്കുന്നത് വെലോസിറ്റി ഓഫ് പ്രോഡക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ജെറ്റ് പ്ലെയിൻ ആണ്. ഓക്കെ, നമുക്കറിയാം VPJ ഈസ് ഈക്വൽ ടു VP മൈനസ് VJ എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ദ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് പ്രോഡക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ജെറ്റ് പ്ലെയിൻ. ഇവിടെ VP കണ്ടുപിടിക്കണം. ദെർഫോർ VP ഈസ് ഈക്വൽ ടു VPJ പ്ലസ് VJ എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ വെലോസിറ്റി ഓഫ് പ്രോഡക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ജെറ്റ് പ്ലെയിൻ എത്രയാണ്? -1500 km/h ആണ്. പ്ലസ് വെലോസിറ്റി ഓഫ് ജെറ്റ് പ്ലെയിൻ 500 km/h ആണ്. ദെർഫോർ ദ ആൻസർ ഈസ് വെലോസിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് ഈസ് -1000 km/h. മനസ്സിലായില്ലേ? പക്ഷെ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വെലോസിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് വിത്ത് റെസ്പെക്ട് ടു എൻ ഒബ്സർവർ ഓൺ ദ ഗ്രൗണ്ട് ആണ്. ഓക്കെ, ഗ്രൗണ്ടിലുള്ള ഒരു ഒബ്സർവറുമായി റിലേറ്റഡ് ആയിട്ട് വെലോസിറ്റി ഓഫ് പ്രോഡക്റ്റ് എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? വെലോസിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് കണ്ടുപിടിച്ചാൽ മതി. ദാറ്റ് ഈസ് VPG. VPG ഈസ് ഈക്വൽ ടു VP മൈനസ് VG ആണ്. VP എത്രയാണ്? -1000. What is VG? Velocity of the ground. Velocity of the ground is always 0. Okay, that is -1000 minus 0. So the answer is -1000 km/h. Okay, ഇവിടെ നെഗറ്റീവ് സൈൻ്റെ മീനിങ് എന്താണ്? ഈ ഒബ്സർവർ ഈ പ്രോഡക്റ്റിനെ നോക്കുന്ന സമയത്ത് അയാൾക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? ഈ കമ്പസ്റ്റൻ പ്രോഡക്റ്റ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നതായിട്ടാണ്?
എയ്റോപ്ലെയിൻ മൂവ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണോ അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഓക്കെ, ആ നെഗറ്റീവിൻ്റെ മീനിങ് അതാണ്. ഓക്കെ, ദാറ്റ് ഇസ് ദ പ്രോഡക്റ്റ് ഈസ് മൂവിങ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ എയർപ്ലെയിൻ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നത്? 2 trains A and B of length 400 meter each are moving on 2 parallel tracks with a uniform speed of 72 km/h in the same direction with A ahead of B. The driver of B decides to overtake A and accelerates by 1 meter per second square. If after 50 seconds the guard of B just brushes past the driver of A, what was the original distance between them? അതായത് രണ്ട് ട്രെയിനുകളുണ്ട്, രണ്ടിൻ്റെ ലെങ്ത് സെയിം ആണ്, രണ്ടും ഒരേ സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്, ഒരേ ഡയറക്ഷനിലാണ് സഞ്ചരിക്കുന്നത്. ഓക്കെ, ട്രെയിൻ എ മുന്നിലും ട്രെയിൻ ബി പിറകിലുമാണ് സഞ്ചരിക്കുന്നത്. ഓക്കെ, ബി എന്ന ട്രെയിനിലുള്ള ഡ്രൈവർക്ക് എന്ത് ചെയ്യണം? എ എന്ന ട്രെയിനിനെ ഓവർടേക്ക് ചെയ്യണം. അതിനുവേണ്ടി അതെന്ത് ചെയ്യുന്നു? ആക്സലറേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ആക്സലറേഷൻ 1 meter per second square ആണ്. ഓക്കെ, ഇനി ബി എന്ന് പറയുന്ന ട്രെയിൻ 50 സെക്കൻഡ് കൊണ്ട് ഇതിനെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ വാട്ട് വാസ് ദ ഒറിജിനൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഗാർഡ് ആൻഡ് ദ ഡ്രൈവർ എന്നാണ് ചോദ്യം. ഓക്കെ, അതായത് ബി എന്ന ട്രെയിനിലുള്ള ഗാർഡും എ എന്ന് പറയുന്ന ട്രെയിനിലുള്ള ഡ്രൈവറും തമ്മിലുള്ള ഒറിജിനൽ സെപ്പറേഷൻ എത്രയാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എ സഞ്ചരിക്കുന്ന സ്പീഡ് 72 km/h ആണ്, ബി സഞ്ചരിക്കുന്ന സ്പീഡും 72 km/h ആണ്. രണ്ടും സഞ്ചരിക്കും തോതി ഒരേ ഡയറക്ഷനിലാണ്. ശരിയല്ലേ? സോ വി എ ഈസ് ഈക്വൽ ടു 72 km/h എന്ന് എഴുതാം. അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാം. എങ്ങനെ? 72 × 5/18. ഓക്കെ, km/h മീറ്റർ പെർ സെക്കൻഡ് ആക്കി മാറ്റണമെങ്കിൽ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ യു വിൽ ഗെറ്റ് ദിസ് ഈസ് ഈക്വൽ ടു 20 m/s. അതുപോലെ വെലോസിറ്റി ഓഫ് ബി എത്രയാണ്? 72 km/h തന്നെയാണ്. ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു 20 m/s. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ രണ്ട് വസ്തുക്കളും മൂവ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം റിലേറ്റീവ് വെലോസിറ്റിയുടെ കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ റിലേറ്റീവ് വെലോസിറ്റി എടുത്താൽ മതി. അപ്പോൾ ഇവിടെ റിലേറ്റീവ് വെലോസിറ്റി എങ്ങനെയാണ് ഞാൻ കണ്ടുപിടിക്കുന്നത്? അപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ബി എന്ന ട്രെയിൻ എ എന്ന ട്രെയിനിനെ ക്രോസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദ്യം അല്ലേ? ഇവിടെ ക്രോസ് ചെയ്യുന്നത് ബി എയെ ക്രോസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു അറിയോ? ഞാൻ എ എന്ന് പറയുന്ന ട്രെയിനിനെ റെസ്റ്റിലാക്കി എടുക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടെ എ എന്ന് പറയുന്ന ട്രെയിൻ ഒബ്സർവർ ആണ്. എന്നിട്ട് ഞാൻ എന്ത് കണ്ടുപിടിക്കുന്നു? വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ കണ്ടുപിടിക്കുന്നു. മനസ്സിലായില്ല? അതായത് ബി എ എന്ന ട്രെയിനിനെ ക്രോസ് ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ എ എന്ന ട്രെയിനിനെ റെസ്റ്റിലാക്കി എടുക്കുന്നു. എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ കണ്ടുപിടിക്കുന്നു. വാട്ട് ഈസ് വി ബി എ? വി ബി മൈനസ് വി എ. വി ബി 20 ആണ്, വി എ 20 ആണ്. സോ 20 - 20 0. ശരിയല്ലേ? ആൻഡ് വാട്ട് ഈസ് ദ ആക്സലറേഷൻ ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ? ആക്സലറേഷൻ ഓഫ് ബി 1 m/s² ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആക്സലറേഷൻ ഓഫ് എ 0 ആണ്. അതിൻ്റെ ആക്സലറേഷനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. സോ 1 - 0 1 m/s². ആൻഡ് വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എ റെസ്റ്റിലാണ്, ബി ആണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിവിടെ എയുടെയും ബിയുടെയും ഇടയിലുള്ള ദൂരം എക്സ് ആയിട്ട് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ബി എയെ ക്രോസ് ചെയ്യണമെങ്കിൽ എത്ര ദൂരം സഞ്ചരിക്കണം? 400 + x + 400. ദാറ്റ് മീൻസ് 800 + x. സോ ദ റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എത്രയാണ്? 800 + x ആണ്. അതിനുവേണ്ടി എടുത്ത ടൈം എത്രയാണ്? 50 സെക്കൻഡ് ആണ്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്തൊക്കെ അറിയാം? ഇനീഷ്യൽ വെലോസിറ്റി അറിയാം, ആക്സലറേഷൻ അറിയാം, ഡിസ്പ്ലേസ്മെൻറ്റ് അറിയാം, ടൈം അറിയാം. അങ്ങനെയാണ് നമ്മൾ ഏത് ഇക്വേഷൻ എടുത്താൽ മതി? S = ut + ½ at². പക്ഷേ നമ്മളിവിടെ എടുക്കുന്നത് റിലേറ്റീവ് മോഷൻ്റെ കോൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് ഇവിടെ എസിൻ്റെ സ്ഥാനത്ത് SBA എന്ന് കൊടുക്കാം, യുവിൻ്റെ സ്ഥാനത്ത് UBA എന്ന് കൊടുക്കാം, എയുടെ സ്ഥാനത്ത് ABA എന്ന് കൊടുക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ, വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ ആൻഡ് ആക്സലറേഷൻ ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. വാട്ട് ഈസ് ദ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ? അത് UBA ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അതാണ് നമ്മൾ VBA എന്ന് പറഞ്ഞെടുത്തിരിക്കുന്നത്. ആ VBA എന്ന് പറയുന്നത് UBA ആണ്. ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ ആണ്. അപ്പോൾ അത് 0 ആണ്. ഓക്കെ, അവിടെ SBAയുടെ സ്ഥാനത്ത് 800 + x എന്ന് കൊടുക്കാം. ഓക്കെ, U 0 ആയതുകൊണ്ട് ബാക്കി വരുന്ന ടേം എന്താണ്? ½ × 1 × 50². ശരിയല്ലേ?
ദാറ്റ് ഈസ് 800 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു സോൾവ് ചെയ്താൽ കിട്ടുന്നത് 1250 മീറ്റർ എന്ന് കിട്ടും. ദർഫോർ എക്സ് ഈസ് ഈക്വൽ ടു 450 മീറ്റർ. ഓക്കെ, അപ്പോൾ രണ്ട് ട്രെയിനിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, സെപ്പറേഷൻ ആദ്യം എത്രയാണ്, എക്സ് ഈസ് ഈക്വൽ ടു 450 മീറ്റർ ആണ്. പക്ഷെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണ്, ബി എന്ന ട്രെയിനിലുള്ള ഗാർഡും എ എന്ന് പറയുന്ന ട്രെയിനിലുള്ള ഡ്രൈവറും തമ്മിലുള്ള സെപ്പറേഷനാണ്. നമുക്കറിയാം ഗാർഡ് ഉണ്ടാവുന്നത് ട്രെയിനിൻ്റെ ഏറ്റവും പിറകിലാണ്, ഡ്രൈവർ ഉള്ളത് ഏറ്റവും മുന്നിലാണ്. അപ്പോൾ ആ ദൂരം എത്രയാണ് വരുന്നത് ഒന്ന് നോക്കൂ, 400 പ്ലസ് എക്സ് പ്ലസ് 400 അല്ലേ. ദർഫോർ ഒറിജിനൽ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ഗാർഡ് ഓഫ് ട്രെയിൻ ബി ആൻഡ് ദ ഡ്രൈവർ ഓഫ് ട്രെയിൻ എ ഈസ് ഈക്വൽ ടു 800 പ്ലസ് എക്സ്. 800 പ്ലസ് എക്സ് എത്രയാണ് കിട്ടിയിരിക്കുന്നത്, 1250 ആണ്. സോ ദ ആൻസർ ഈസ് 1250 മീറ്റർ. മനസ്സിലായില്ലേ? ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്താണ്, ഓൺ എ 2-lane road, car A is traveling with a speed of 36 km/h. Two cars B and C approach car A in opposite directions with a speed of 54 km/h each. At a certain instant, when the distance AB is equal to AC, both being 1 km, B decides to overtake A before C does. What minimum acceleration of car B is required to avoid an accident? ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2-lane റോഡാണ്, അതിലൊരു എ എന്ന കാർ ട്രാവൽ ചെയ്യുന്നു, അതിൻ്റെ സ്പീഡ് 36 km/h ആണ്. കൂടാതെ രണ്ട് കാറുകളുണ്ട് ബിയും സിയും, അത് എ എന്ന കാറിനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അപ്രോച്ച് ചെയ്യുന്നു. രണ്ടിൻ്റെ സ്പീഡ് എന്താണ്, സെയിം ആണ്, 54 km/h ആണ്. ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ എ ബിയും എ സിയും ഈക്വൽ ആണ്, അത് 1 km ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഇൻസ്റ്റൻറ്റിൽ ബി എ എന്ന കാറിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ആര് ഓവർടേക്ക് ചെയ്യുന്നതിന് മുന്നേ, സി ഓവർടേക്ക് ചെയ്യുന്നതിന് മുന്നേ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ഡിസൈഡ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ മിനിമം ആക്സലറേഷൻ എത്രയാണ്, ബി എന്ന കാറിന് വേണ്ട മിനിമം ആക്സലറേഷൻ എത്രയാണ്. ഓക്കെ, അങ്ങനെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവാൻ പാടില്ല, ആക്സിഡൻറ്റ് ഇല്ലാതെ ഓവർടേക്ക് ചെയ്യാൻ മിനിമം എത്ര ആക്സലറേഷൻ വേണമെന്നാണ് ചോദ്യം. മനസ്സിലായില്ലേ? ഇവിടെ എയുടെ വെലോസിറ്റി 36 km/h ആണ്. സോ ഐ ക്യാൻ റൈറ്റ് വി എ ഈസ് ഈക്വൽ ടു 36 km/h. ഓക്കെ, അതിൻ്റെ ഡയറക്ഷൻ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണമെങ്കിൽ 36 × 5/18 ചെയ്താൽ മതി. സോ ആൻസർ ഈസ് 10 m/s. ഇതാണ് എയുടെ വെലോസിറ്റി. ഓക്കെ, ബി എന്ന കാറ് എനെ അപ്രോച്ച് ചെയ്യുന്നു, അതുകൊണ്ട് അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. വി ബിയുടെ വാല്യൂ 54 km/h ആണ്. അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണമെങ്കിൽ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ വി ഗെറ്റ് 15 m/s. ഓക്കെ, അതുപോലെ സിയും എ എന്ന കാറിനെ അപ്രോച്ച് ചെയ്യുന്നു, അതുകൊണ്ട് അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കായിരിക്കും. ഓക്കെ, ആൻഡ് ഇറ്റ്സ് വെലോസിറ്റി ഈസ് 54 km/h. അതിന് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റിയാൽ 15 m/s എന്ന് കിട്ടും. ശരിയല്ലേ? ഓക്കെ, ഇനി ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഡയറക്ഷൻ നോക്കൂ, ഓരോന്നിൻ്റെയും ഡയറക്ഷൻ ഡിഫറൻ്റ് ആണല്ലേ. അതുകൊണ്ട് ഞാൻ ഈ ഡയറക്ഷൻ പോസിറ്റീവായിട്ട് എടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വി എ പോസിറ്റീവാണ്, വി ബി പോസിറ്റീവാണ്, വി സി നെഗറ്റീവാണ്. ശരിയല്ലേ? ഓക്കെ, പിന്നെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ബി എ എന്ന കാറിനെ ക്രോസ് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ എ ബിയും എ സിയും ഈക്വൽ ആണ്. അത് എത്രയാണ്, 1 km ആണ്. അപ്പം ബി എന്ന കാറിൻ്റെയും എ എന്ന കാറിൻ്റെയും ഇടയിലുള്ള ദൂരം 1 km ആണ്. എ എന്ന കാറിനും സി എന്ന കാറിനും ഇടയിലുള്ള ദൂരം എത്രയാണ്, 1 km ആണ്. ഓക്കെ, ഈ 1 km ആവുന്ന സമയത്താണ് ബി എന്ത് ചെയ്യുന്നത്, ആക്സലറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ മിനിമം ആക്സലറേഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ക്വസ്റ്റ്യനിൽ 3 കാറുകൾ തന്നിട്ടുണ്ട്, 3 മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം എന്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്, റിലേറ്റീവ് മോഷൻ്റെ കോൺസെപ്റ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് റിലേറ്റീവ് വെലോസിറ്റിയുടെ കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ നമുക്കറിയാം ഇവിടെ ബി എ എന്ന കാറിനെ ക്രോസ് ചെയ്യുന്നു, അതേപോലെ സിയും എ എന്ന് പറയുന്ന കാറിനെ ക്രോസ് ചെയ്യുന്നു. ശരിയല്ലേ? അതാണ് ഇവിടെയുള്ള ക്വസ്റ്റ്യൻ. പക്ഷേ ആരാദ്യം ക്രോസ് ചെയ്യണം, ബി എയെ ക്രോസ് ചെയ്യണം വിത്തൗട്ട് എൻ ആക്സിഡൻറ്റ്. അതുകൊണ്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു അറിയോ, എ എന്ന് പറയുന്ന കാറ് റെസ്റ്റിലായിട്ട് എടുക്കുന്നു. എന്ന് പറഞ്ഞാൽ എ ഒബ്സേവറാണ്. മനസ്സിലായോ? എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു,
വെലോസിറ്റി ഓഫ് സി വിത്ത് റെസ്പെക്ട് ടു എ കണ്ടുപിടിക്കുന്നു, അതുപോലെ തന്നെ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ കണ്ടുപിടിക്കുന്നു. അതായത് റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിക്കുന്നു. ഇവിടെ ഞാൻ ആദ്യം കണ്ടുപിടിക്കുന്നത് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സി വിത്ത് റെസ്പെക്ട് ടു എ ആണ്. വി സി എ ഈസ് ഈക്വൽ ടു വി സി മൈനസ് വി എ എന്ന് എഴുതാം. ദാറ്റ് ഈസ് -15 - 10. That is equal to -25 meter per second. What is the acceleration of c with respect to a? That is ACA is equal to AC minus AA. C എന്ന കാറിൻ്റെയും എ എന്ന് പറയുന്ന കാറിൻ്റെയും ആക്സലറേഷൻ 0 ആണ്. അത് ആക്സലറേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് 0 - 0 0 meter per second square ആണ്. And what is the relative displacement of c with respect to a? That is SC minus SA. ഇവിടെ എ എന്ന് പറയുന്നത് റെസ്റ്റിലാണ്. സോ ദ ഡിസ്പ്ലേസ്മെന്റ് എസ് എ എന്തായിരിക്കും? 0 ആയിരിക്കും. എസ് സി എങ്ങോട്ടേക്കാണ്? എസ് സി എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത് നോക്കൂ. മൂവ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണ്? നെഗറ്റീവ് ഡയറക്ഷനിലാണ്. സോ -1 - 0 ക്രോസ് ചെയ്യുന്ന സമയത്ത് സി എത്ര ദൂരം സഞ്ചരിക്കും? 1 കിലോമീറ്റർ സഞ്ചരിക്കണ്ടേ അല്ലേ? അപ്പം -1 - 0 അതെന്തുകൊണ്ടാണ് മൈനസ് ആയത്? അത് ട്രാവൽ ചെയ്യുന്നത് നെഗറ്റീവ് ഡയറക്ഷനിലായതുകൊണ്ട്. അപ്പോൾ റിലേറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? -1 കിലോമീറ്റർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് -1000 മീറ്റർ. മനസ്സിലായോ? ഇനി നമുക്ക് എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ റിലേറ്റീവ് മോഷൻ ആയതുകൊണ്ട് എസ് സി എ അതേപോലെ യു സി എ സി എ എന്ന് എടുക്കണം. ഓക്കെ, റിലേറ്റീവ് ഡിസ്പ്ലേസ്മെന്റ്, റിലേറ്റീവ് വെലോസിറ്റി, റിലേറ്റീവ് ആക്സലറേഷൻ. ഇവിടെ എസ് സി എ എത്രയാണ്? -1000 ആണ്. ഓക്കെ, യു സി എ എത്രയാണ്? -25 ആണ് ഇൻറ്റു ടി. വാട്ട് ഈസ് എ സി എ? 0 ആണ്. അപ്പം -1000 ഈസ് ഈക്വൽ ടു -25 ടി എന്ന് കിട്ടും. ദെർഫോർ ടി ഈസ് ഈക്വൽ ടു 40 സെക്കൻഡ് എന്ന് കിട്ടും. ഇത്രയും സമയം കൊണ്ട് സി എന്ന കാറ് യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ട്, അതായത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ട് എ എന്ന് പറയുന്ന കാറിനെ ക്രോസ് ചെയ്യും. അതിനു മുന്നേ ആര് ക്രോസ് ചെയ്യണം? ബി ക്രോസ് ചെയ്യണം. അപ്പോൾ ബി എന്ന കാറിന് എ എന്ന കാറിനെ ക്രോസ് ചെയ്യാൻ പറ്റുന്ന ടൈം എത്രയാണ്? 40 സെക്കൻഡ് ആണ്. ആ 40 സെക്കൻഡിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? അത് ക്രോസ് ചെയ്യണം. ഓക്കെ, അതിനു വേണ്ടി എത്ര ആക്സലറേഷൻ ആണോ ആവശ്യമായിട്ടുള്ളത് അതാണ് മിനിമം ആക്സലറേഷൻ. മനസ്സിലായോ? അപ്പോൾ ആദ്യം ഞാൻ എന്തുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്തതെന്ന് മനസ്സിലായോ? കാരണം ഇവിടെ ബി എന്ന് പറയുന്ന കാറ് സി ക്രോസ് ചെയ്യുന്നതിന് മുന്നേ എ എന്ന കാറിനെ ക്രോസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? സി എന്ന കാർ എ എന്ന കാറിനെ ക്രോസ് ചെയ്യാൻ എടുക്കുന്ന ടൈം കണ്ടുപിടിക്കുക. ആ ടൈമിന് മുന്നേ ബി ആക്സലറേറ്റ് ചെയ്തുകൊണ്ട് എ എന്ന കാറിനെ ക്രോസ് ചെയ്യണം. മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് എ കണ്ടുപിടിക്കുക. നമുക്കറിയാം വി ബി എ ഈസ് ഈക്വൽ ടു വി ബി മൈനസ് വി എ എന്നാണ്. ദാറ്റ് ഈസ് 15 - 10, ദാറ്റ് ഈസ് 5 meter per second. ഇനി ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എത്രയാണ്? ദാറ്റ് ഈസ് എസ് ബി മൈനസ് എസ് എ. എസ് ബി എത്രയാ? എ എന്ന കാറിനെ ക്രോസ് ചെയ്യണമെങ്കിൽ അത് 1 കിലോമീറ്റർ സഞ്ചരിക്കണം. എങ്ങോട്ടേക്കാണ് സഞ്ചരിക്കേണ്ടത്? പോസിറ്റീവ് ഡയറക്ഷനാണ്. അതുകൊണ്ട് +1 ആണ് എസ് ബി. വാട്ട് ഈസ് എസ് എ? എ എന്ന് പറയുന്ന കാർ നമ്മൾ റെസ്റ്റിലാക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് അതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. സോ 1 - 0 1 കിലോമീറ്റർ, ദാറ്റ് ഈസ് 1000 മീറ്റർ. ടൈം എത്രയാണ്? 40 സെക്കൻഡ്. ഇനി നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. പക്ഷെ അവിടെ റിലേറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ആണ് ഉപയോഗിക്കുന്നത്. റിലേറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ, വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ ആൻഡ് ആക്സലറേഷൻ ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. നിങ്ങൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. 1000 ഈസ് ഈക്വൽ ടു 5 × 40 പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സലറേഷൻ ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ ഇൻറ്റു 40 സ്ക്വയർ. ദാറ്റ് ഈസ് 1000 ഈസ് ഈക്വൽ ടു 200 പ്ലസ് 800 ABA. ശരിയല്ലേ? ഇതിനെ മാറ്റി എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? 800 ഈസ് ഈക്വൽ ടു 800 ആക്സലറേഷൻ ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. ദെർഫോർ ആക്സലറേഷൻ ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ ഈസ് ഈക്വൽ ടു 1 meter per second square. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആക്സലറേഷൻ ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ കിട്ടി. നമുക്ക് വേണ്ടത് വാട്ട് ഈസ് ദ മിനിമം ആക്സലറേഷൻ ഓഫ് ദ കാർ ബി എന്നാണ്. ഓക്കെ, നമുക്കറിയാം ആക്സലറേഷൻ ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ ഈസ് ഈക്വൽ ടു ആക്സലറേഷൻ ഓഫ് ബി മൈനസ് ആക്സലറേഷൻ ഓഫ് എ. Therefore, acceleration of B is equal to acceleration of B with respect to A plus acceleration of A. What is acceleration of B with respect to A? 1 plus acceleration of A 3 ആണ് 0 ആണ്. So the answer is 1 meter per second square. So this is the minimum acceleration to avoid accident. മനസ്സിലായില്ലേ?
റിലേറ്റീവ് വെലോസിറ്റിയുടെ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്ന നല്ലൊരു ക്വസ്റ്റ്യനാണിത്. നല്ലപോലെ മനസ്സിലാക്കി വെക്കുക. നമ്മളിപ്പോൾ ചെയ്തതെല്ലാം NCERTയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.